Hare Krishna, Hare Krishna, Krishna Krishna. ശീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്, വോളിയം 7 വായിച്ച കാര്യമാണ്. ശീല പ്രഭുപാദ് ആദ്യമായിട്ടൊരു ടെമ്പിള് ഈ വെസ്റ്റേൺ കൺട്രീസിൽ അക്വയർ ചെയ്യുന്നത് ലോസ് ആഞ്ചൽസിൽ വെച്ചാണ്. ഒരു ചർച്ച്, ഓൾഡ് ചർച്ച്. അവിടെ വെച്ചാണ് പ്രഭുപാദ് ആ ഡെയ്റ്റി വർഷിപ്പും ആ സ്റ്റാൻഡേർഡൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ബാക്കിയെല്ലാം വാടക കെട്ടിടങ്ങളായിരുന്നു, പക്ഷെ അവിടെയാണ് ഫസ്റ്റ് ഒരു ചർച്ച് കിട്ടുന്നത്. അപ്പം അവിടെ പ്രഭുപാദ് കുറേ ദിവസം നിന്ന് ഡിവോട്ടീസിനെ ട്രെയിൻ ചെയ്യുന്ന കാര്യമൊക്കെ ഓരോ ഡിവോട്ടീസ് ഓർക്കുന്നുണ്ട്. അപ്പം പ്രഭുപാദ് ഓരോ പുതിയതായിട്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, പല പല കാര്യങ്ങൾ, ഡെയ്റ്റി വർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും അത് ലോകത്തിലൊരു സ്റ്റാൻഡേർഡായിട്ട് വരണം എന്നും പ്രഭുപാദിന് ആഗ്രഹമുണ്ട്. അപ്പം അതേസമയം അത് ചെയ്യുമ്പോഴും പ്രഭുപാദ് എപ്പോഴും വളരെ ഒരു ലവിങ് പേഴ്സണായിട്ട് അതേപോലെ നിൽക്കുകയും ചെയ്യുമെന്ന് ഡിവോട്ടീസ് പല ഉദാഹരണങ്ങളിലൂടെ പറയുന്നുണ്ട്. പ്രഭുപാദ് ഒരു വേൾഡ് വൈഡ് ഓർഗനൈസേഷന്റെ ഹെഡാണെങ്കിൽ പോലും എപ്പോഴും നമ്മളോട് ഇടപഴകുന്നത് വളരെ സ്നേഹത്തോടു കൂടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ ശീലാവതി എന്ന് പറഞ്ഞൊരു മാതാജി പറയുന്നൊരു കാര്യമാണ്. ശീലാവതി മാതാജി ആയിരുന്നു ആദ്യത്തെ ഫസ്റ്റ് പൂജാരി. അപ്പം പ്രഭുപാദ് പറയുന്നത് ശീലാവതി മാതാജി എന്ത് പറയുന്നോ അതാണ് ഇസ്കോണിന്റെ പൂജാ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാതാജിയാണ്. അപ്പം ആ മാതാജി പറയുന്നൊരു കാര്യം, ലോസ് ആഞ്ചൽസിൽ നടക്കുന്നൊരു സിമ്പിൾ കാര്യമാണ്. പ്രഭുപാദ് മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വരുമ്പം ഇങ്ങനെ ഡിവോട്ടീസ് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ പ്രഭുപാദിനെ വരവേൽക്കാനായിട്ട് ടെമ്പിളിൽ നിൽക്കുകയും ഇങ്ങനെ സ്റ്റെപ്പിലും കയറി നിൽക്കും. അപ്പോൾ പ്രഭുപാദ് നടന്നു വരുന്ന സമയത്ത് എല്ലാവരും ബൗ ഡൗൺ ചെയ്യും, നമസ്കരിച്ചിട്ട് ഇങ്ങനെ കാലിലിങ്ങനെ ഇരിക്കും. പ്രഭുപാദിന്റെ ഒരു പാസ് ടൈമാണ് എല്ലാവരുടെയും തലയിൽ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നു. അപ്പം അതൊരു ഗെയിം പോലെ ആയിരുന്നു പ്രഭുപാദ് ചെയ്തതെന്ന് പറയുന്നു. ചില ദിവസം ആ ലൈനിലിരിക്കുന്ന എല്ലാവരുടെയും തലയിൽ ടച്ച് ചെയ്യും, ചിലപ്പോൾ അതിനകത്ത് 3-4 പേരുടെ തലയിൽ ടച്ച് ചെയ്യത്തുള്ളൂ. പക്ഷെ എല്ലാവരും ടച്ച് ചെയ്യുമ്പം ഇൻ കേസ് ഒരാളെ മിസ് ചെയ്താൽ അയാൾ ഓടി ആ ലൈനിന്റെ പുറകെ പോയി ഇങ്ങനെ നിൽക്കും. അപ്പം അങ്ങനെ പ്രഭുപാദ് അത് കാണും, അതൊക്കെ നോട്ടീസ് ചെയ്യും, പതുക്കെ ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പിന്നെ കാറിൽ കയറി അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോകുമ്പം എല്ലാവരും ഓടി വന്ന് കാറിന്റെ ജനലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും എന്നാണ്. പ്രഭുപാദിന്റെ കാറ് പോയി കഴിഞ്ഞതിന് ശേഷം അവര് പരസ്പരം ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ കണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്തു, ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്നിങ്ങനെ അവര് ഡിസ്കസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ശീലാവതി മാതാജി പറഞ്ഞു, ആ ഒരു വ്യക്തിയുടെ ചുറ്റുമായിരുന്നു നമ്മുടെ എല്ലാ ലോകവും, അതിനകത്ത് അങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു. മാതാജി അങ്ങനെ അതിന്റെ എക്സ്പ്ലനേഷൻ അത് അവരുടെ സാക്ഷാത്കാരം പറയാണ്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പേഴ്സണൽ അല്ല, വ്യക്തിത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്, ലവിങ് റിലേഷൻഷിപ്പിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളത് പ്രഭുപാദ് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു എന്ന് ശീലാവതി മാതാജി.